നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്ത. ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് തുടക്കം. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയാണ് തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. ബിജെപി സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ് ഇടതുമുന്നണി. ശബരിമല വിഷയം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾ ജനങ്ങളോട് വിശദീകരിക്കാൻ യാത്ര ഇടതുമുന്നണി അവസരമാക്കും. ഒപ്പം സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും വികസന പദ്ധതികളും അവതരിപ്പിക്കും. യാത്രയ്ക്കിടയിൽ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകളും പൂർത്തിയാക്കും. ജാഥ അവസാനിച്ചയുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ശ്രമം. സിപിഎമ്മും സിപിഐയും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകില്ല. കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകൻ സിപിഐ അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ്. കാനം രാജേന്ദ്രന്റെ വടക്കൻ മേഖലാ ജാഥ 16-ന് കാസർഗോഡ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇരു ജാഥകളും മാർച്ച് 2-ന് മഹാറാലിയോടെ തൃശൂരിൽ സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വരുതിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ്. 3ാം സീറ്റ് ആവശ്യം ലീഗ് വേണ്ടെന്ന് വെച്ചാൽ 2ാം സീറ്റ് ആവശ്യത്തിൽ കേരള കോൺഗ്രസിന് ഉറച്ചു നിൽക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് സൂചന. ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകാനാവില്ല. അല്ലാതെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടി അംഗീകരിച്ച തീരുമാനമാണിത്. ലീഗും കേരള കോൺഗ്രസും ഓരോ സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുനയിപ്പിക്കാനാവുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വാസം. സീറ്റ് ചോദിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും UDFനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾക്കുണ്ട്. UDF ഒന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല. ആരും ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ ആരും ആരുടെയും സീറ്റ് തട്ടിപ്പറിക്കാനോ തയ്യാറാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ യോജിപ്പോടുകൂടി അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയാണ് കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസത്തിനു പിന്നിൽ. 3ാം സീറ്റ് എന്ന ആവശ്യം ഉയരും മുമ്പേ കോൺഗ്രസ് നേതൃത്വം PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പാണക്കാട് പോയി ഹൈദരാലി ശിഹാബ് തങ്ങളെ നേരിൽ കണ്ടു. ഐക്യത്തിന്റെ അനിവാര്യതയും 5ാം മന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമുണ്ടാക്കിയ വിവാദവും ഓർമ്മിപ്പിച്ചു. 3ാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്മാറിയാൽ കേരള കോൺഗ്രസ് എമ്മും പിന്മാറുമെന്ന വാദവും നിരത്തി. ഈ വാദങ്ങൾ ലീഗ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. KM മാണിയുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ അധിക സീറ്റ് നൽകാനാവില്ലെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ PJ ജോസഫാണ് കീറാമുട്ടി. കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് കൊണ്ടുതന്നെ ജോസഫിനെ അനുനയിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം. ദിവസങ്ങളും ആഴ്ചകളും നീളുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്ന പതിവ് തെറ്റിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലീഗിന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ആഭ്യന്തര സാഹചര്യങ്ങൾ കൂടി അനുസരിച്ചിരിക്കും ഇതിന്റെ വിജയസാധ്യത. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. വയനാട് സീറ്റ് BDJSന് നൽകാൻ NDAയിൽ ധാരണയായതായി സൂചന. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. പാർട്ടി പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് NK ഷാജി ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട് സീറ്റ് BDJS എന്നുള്ള നിലയിലാണ് NDAയുടെ കേന്ദ്ര ലെവലിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത്. BDJSന്റെ സംസ്ഥാന അധ്യക്ഷന് നമുക്ക് നൽകിയിട്ടുള്ള സൂചനകളും അത്തരത്തിൽ തന്നെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് പത്തനംതിട്ടയിൽ എത്തും. BJP പ്രമുഖമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് യോഗി ആദിത്യനാഥ് എത്തുന്നത്. 3 മണിക്ക് 4 തെക്കൻ മണ്ഡലങ്ങളിലെ ശക്തികേന്ദ്ര ഭാരവാഹികളുടെ യോഗത്തിൽ യോഗി ആദിത്യനാഥ് സംസാരിക്കും. 4-ന് ജില്ലാ സ്റ്റേഡിയത്തിൽ BJP പ്രവർത്തകരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 111 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക്കും, കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. ആദ്യം കാർത്തിക്കിലേക്ക്. കാർത്തിക്, 30 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെ?
രേണുക, വോട്ടെടുപ്പ് 2 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. സംസ്ഥാനത്തെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 111 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ചയായത് എങ്കിൽ കൂടിയും നിരവധി മറ്റ് വിഷയങ്ങളും ഈ പ്രചരണത്തിൽ കോൺഗ്രസും BJPയും അടക്കം പ്രചരണ രംഗത്ത് സജീവമായി ഉയർത്തിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശനം മുതൽ ഷുക്കൂർ വധത്തിലെ കുറ്റപത്രം വരെയുള്ള വിഷയങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ സജീവ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനവിധി എങ്ങനെയാകും എന്നതാവും ഏറെ നിർണായകം. LDFനും UDFനും BJPക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെക്കുറെ നിർണായകമാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്. 30 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ 30 തദ്ദേശ വാർഡുകളിൽ നിലവിൽ 17 എണ്ണം LDFനൊപ്പമാണ്, 11 എണ്ണമാണ് UDFനുള്ളത്. 2 ഇടത്ത് സ്വതന്ത്രനാണ് ഉള്ളത്. ഈ മേൽക്കൈ LDFന് നിലനിർത്താനാകുമോ എന്നതാവും ഏറെ നിർണായകം. നവംബർ 30-ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് 39 തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ മേൽക്കൈ LDFന് നിലനിർത്താനാകുമോ എന്നതാവും നിർണായകം. രേണുക, വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, വീറും വാശിയുമേറിയ പ്രചാരണം ഒക്കെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ആളുകൾ ആ രീതിയിൽ തന്നെ അതിനോട് സഹകരിക്കുന്നുണ്ടോ? തീർച്ചയായും നിലവിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ പ്രധാനമായും 4 വാർഡുകളിലായാണ്, പഞ്ചായത്തുകളിലും വാർഡുകളിലുമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലും കുന്നുകര, കോട്ടപ്പടി, ഒക്കൽ പഞ്ചായത്തുകളിലെ വാർഡുകളിലുമാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് 5 വരെയാണ് തെരഞ്ഞെടുപ്പ്. കൊച്ചിൻ കോർപ്പറേഷനിലെ വൈറ്റില ജനത 52ാം ഡിവിഷനിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിലുള്ളത്. ജനത UDF ഷെൽബി ആന്റണി, LDFനെ പ്രതിനിധീകരിച്ച ബൈജു തോട്ടാളി, BJP PK ഗോകുലൻ, AAP ഫോജി ജോൺ എന്നിവരാണ് ഇന്ന് ജനവിധി തേടുന്നത്. 5650 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ടോക്കൺ സ്കൂളിലാണ് ഈ വാർഡിലേക്കുള്ള പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അശ്വിൻ വെല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു വോട്ടെടുപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോഴത്തെ വിവരങ്ങൾ എന്താണ്? കോഴിക്കോട് 2 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഒഞ്ചിയം പഞ്ചായത്തിലെ 5ാം വാർഡിലും അതേപോലെ തന്നെ പുതുപ്പാടി പഞ്ചായത്തിലെ 9ാം വാർഡിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 2 സ്ഥലങ്ങളിലും പഞ്ചായത്ത് ഭരണം ആർക്കെന്ന് നിർണ്ണയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒഞ്ചിയത്ത് CPM-ൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള RMB ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. UDFന്റെ പിന്തുണയോടുകൂടി ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് RMBക്കുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 5ാം വാർഡിൽ ജയിക്കുകയാണെങ്കിൽ CPM-ന് ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാം. RMB രൂപീകരിച്ചതിന് ശേഷം CPM-ന് ഇവിടെ ഭരണം ലഭിച്ചിരുന്നില്ല. ഇവിടെ ലോക്സഭാ ഇലക്ഷന് വരെ നിർണ്ണയിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉണ്ടാവുക. RMB UDFനെ പുറമേ നിന്ന് പിന്തുണയ്ക്കും എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതുപ്പാടി പഞ്ചായത്തിലും ഏതാണ്ട് സമാനമാണ് സ്ഥിതി. പുതുപ്പാടി SC റിസർവേഷനാണ് പുതുപ്പാടി പഞ്ചായത്ത്. അവിടെ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടി LDFലെ ഒരു അംഗത്തെ രാജിവെപ്പിച്ച് ആണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടും SC അംഗമില്ലാത്തതിനാൽ ഭരണമില്ലാത്തതുകൊണ്ട് ഒരു അംഗത്തെ രാജിവെപ്പിച്ചാണ് ഇവിടെ CPM ഇലക്ഷനെ നേരിടുന്നത്. ശരി, കോഴിക്കോട് നിന്ന് അശ്വിൻ വെല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നു. പ്രസാദ്, എന്താണ് പാലക്കാട് നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ തിരുമിറ്റക്കോട് പഞ്ചായത്ത്, നെല്ലിയാമ്പതി, അഗളി പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തി വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്നു. കഴിഞ്ഞ തവണ ഇവിടെ നിന്നും കോൺഗ്രസ് വാർഡ് കൌൺസിലർ രാജിവെച്ച് BJPയിലേക്ക് പോയിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ്. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന്റെ തൊട്ട് തലേന്നാണ് കോൺഗ്രസ് അംഗം രാജിവെച്ച് പിന്നീട് BJPയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർഡ് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടമായി കാണുന്നു. മറ്റൊന്ന്, ഇവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ CPM ഉൾപ്പെടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ അംഗം രാജിവെച്ചതോടുകൂടിയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടുന്നത് സാഹചര്യമുണ്ടായത്. അതുകൊണ്ടുകൂടി ഇതിൽ കോൺഗ്രസിന്റെ വിജയം വളരെ അവരെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ്. മറ്റൊന്ന്, BJPയെ സംബന്ധിച്ചും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇനി
മറ്റ് പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ ഭയക്കേണ്ടതില്ല എന്ന ഒരു നേട്ടം കൂടി BJPക്കുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയാടിസ്ഥാനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ സഖ്യം രൂപീകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ വീട്ടിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയതലത്തിൽ ഒരു പൊതു മിനിമം പരിപാടി രൂപീകരിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാകും പ്രതിപക്ഷ സഖ്യം നടത്തുകയെന്നും മമത വ്യക്തമാക്കി. BJPയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. യോഗത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. The assault on Indian institutions being carried out by Mr. Narendra Modi, by the BJP and the RSS. We've all agreed that we are going to start a conversation about a common minimum program. We're going to start putting together the pieces, and that discussion is now beginning. And we have a commitment that we are all going to work together to defeat the BJP. दूसरी बात यह है, नेशनल लेवल में हम लोग एक साथ में काम करेंगे. तीसरी बात यह है, हम लोग कॉमन मिनिमम एजेंडा प्रोग्राम हम लोग तैयार करेंगे. चौथी बात यह है कि हम लोगों ने प्री पोल अलायंस कर लेंगे, जैसे इलेक्शन का बाद कोई दिक्कत ना हो. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് 2 ജീവനക്കാരെ സുപ്രീംകോടതി പിരിച്ചുവിട്ടു. കോർട്ട് മാസ്റ്റർമാരായ മാനവ് ശർമ്മ, തപൻ കുമാർ ചക്രവർത്തി എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിരിച്ചുവിട്ടത്. പ്രത്യേക അധികാരം ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസ് ഇന്നലെ രാത്രി ഉത്തരവിൽ ഒപ്പുവച്ചു. സംഭവത്തിൽ അഭിഭാഷകരുടെ പങ്കും അന്വേഷിക്കാൻ ഉത്തരവിട്ടതായി സൂചനയുണ്ട്. കോടതി അലക്ഷ്യ കേസിൽ അനിൽ അംബാനി നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു ജനുവരി 7 സുപ്രീംകോടതി ഉത്തരവ്. എന്നാൽ ഇത് കോടതി വെബ്സൈറ്റിൽ വന്നപ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് നൽകി എന്നായി. ഉത്തരവിറക്കിയ ജഡ്ജിമാരായ റോഹിൻടൺ നരിമാനോ വിനീത് ശർണോ അറിയാതെയാണ് ഈ മാറ്റം. അനിൽ അംബാനിക്കെതിരെ കോടതി അലക്ഷ്യ കേസ് നൽകിയ എറിക്സന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് മാറ്റം ജഡ്ജിമാരും ശ്രദ്ധിക്കുന്നത്. ഇവർ ചീഫ് ജസ്റ്റിസിനോട് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു. കോർട്ട് മാസ്റ്റർമാരായ മാനവ് ശർമ്മ, തപൻ കുമാർ ചക്രവർത്തി എന്നിവർ ബോധപൂർവം തെറ്റുവരുത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തുടർന്നാണ് ഇരുവരെയും ഭരണഘടനയുടെ 311 അനുച്ഛേദം പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസ് ഇന്നലെ രാത്രി പിരിച്ചുവിട്ടത്. എറിക്സൺ ഇന്ത്യ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ അനിൽ അംബാനി ഇന്നലെയും മിനിഞ്ഞാന്നും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. ഹർജി വാദം പൂർത്തിയായി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 ന്യൂഡൽഹി. വാർത്തകൾ തുടരുന്നു. പെരുമ്പാവൂർ ബഥേൽ സുലോക്കോ പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗക്കാരുടെ പ്രതിഷേധം. ഓർത്തഡോക്സ് വിഭാഗക്കാർ പ്രാർത്ഥനയ്ക്കെത്തുമെന്ന വിവരത്തെ തുടർന്നാണ് യാക്കോബായ വിഭാഗക്കാർ തടയാനായി ഒത്തുകൂടിയിരിക്കുന്നത്. സ്ഥലത്ത് വൻ പോലീസ് കാവലുണ്ട്. SS ശരൺ ചേരുന്നു. ശരൺ, ഇപ്പോഴെന്താണ് പള്ളിക്ക് മുന്നിലെ സാഹചര്യം? ഓർത്തഡോക്സ് വിഭാഗക്കാർ എത്തുമെന്ന് തന്നെയാണോ ഇപ്പോഴും അറിയുന്നത്? രേണുക, പെരുമ്പാവൂർ പള്ളിയിലെ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് വിഭാഗക്കാർ 6:30 ഇവിടേക്ക് എത്തിയത്. അപ്പോഴാണ് പള്ളി ഗേറ്റ് അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലോട്ട് യാക്കോബായ വിശ്വാസികൾ കടന്നത്. പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത് പ്രാർത്ഥനയ്ക്കായി ഓർത്തഡോക്സ് വിഭാഗക്കാരെ ഉള്ളിലേക്ക് കയറ്റിവിടില്ല എന്നുള്ളൊരു നിലപാടാണ് യാക്കോബായ വിശ്വാസികൾ എടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സ്ത്രീകളടക്കമുള്ള യാക്കോബായ വിശ്വാസികളാണ് പള്ളി ഗേറ്റിന് മുന്നിൽ തമ്പടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഓർത്തഡോക്സ് വിഭാഗക്കാരാണ്. ഇവർ ഇവിടെ എത്തി പള്ളിക്ക് ഉള്ളിലേക്ക് കയറ്റി, പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, ഇപ്പോൾ പ്രതിഷേധം മറികടന്നുകൊണ്ട് തന്നെ പള്ളിക്കുള്ളിലേക്ക് കയറ്റിവിടാനാകില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോകാതെ പള്ളിക്ക് മുന്നിൽ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പിറവത്തും കോതമംഗലത്തും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം യാക്കോബായ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോടതി ഉത്തരവ് ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് അനുകൂലമായിരുന്നു. എങ്കിൽ തന്നെയും ഓർത്തഡോക്സ് വിഭാഗക്കാരെ പള്ളിക്കുള്ളിലേക്ക് കയറ്റില്ല എന്ന ശക്തമായ നിലപാടാണ് യാക്കോബായ വിശ്വാസികൾ അവിടെ സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് തന്നെയാണ് നമുക്ക് പെരുമ്പാവൂർ പള്ളിയിലും കാണാൻ സാധിക്കുന്നത്. രേണുക, അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ കുറ്റപത്രം ഇന്ന് തലശ്ശേരി കോടതി പരിശോധിക്കും. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, കല്യാശ്ശേരി MLA TV രാജേഷ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. CPM നേതാക്കൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയുള്ള അനുബന്ധ കുറ്റപത്രം CBI തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മനു ഭരത് ചേരുന്നു. മനു, വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, CBI സമർപ്പിച്ച കുറ്റപത്രം ആയിരിക്കും ഇന്ന് കോടതി പരിശോധിക്കുക. ഇതിൽ 33
പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. ഈ പ്രതികളോട് ഹാജരാകാനായി കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ ജയരാജനും EV രാജേഷ് ഉൾപ്പെടെയുള്ള MLA-മാർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും എന്നാണ് കരുതുന്നത്. പ്രധാനമായും കോടതി ഇന്ന് കുറ്റപത്രം ആയിരിക്കും പരിശോധിക്കുക. മാത്രവുമല്ല, ഇത്തരത്തിൽ പ്രതികൾക്ക് മുകളിൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അടുത്ത ഘട്ടത്തിൽ ഇത് വാദിക്കാനായി പ്രതിഭാഗത്തിന് അവസരം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇതിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുക. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ജനത യുടെ വ്യാജ ലെറ്റർ പാഡുണ്ടാക്കി പണം തട്ടിച്ച കേസിൽ തിരുവനന്തപുരം CJM കോടതി ഇന്ന് വിധി പറയും. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണനാണ് വ്യാജ ലെറ്റർ പാഡ് കേസിലെ മുഖ്യപ്രതി. വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് മണക്കാട് സ്വദേശി റസാഖിൽ നിന്ന് പലപ്പോഴായി 75 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. റസാഖ് അലിയുടെ പേരിലുള്ള സ്വിസ് സോളാർ എന്ന സ്ഥാപനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുമതി വാങ്ങിത്തരാമെന്ന് കാണിച്ചാണ് ലെറ്റർ പാഡ് നിർമ്മിച്ചത്. ഡൽഹി അധികാര തർക്ക കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. അഴിമതി വിരുദ്ധ ബ്യൂറോ, സർക്കാർ സർവീസ് എന്നിവയിൽ അധികാരം സംസ്ഥാനത്തിനോ ലഫ്റ്റനന്റ് ഗവർണർക്കോ എന്നതിലാണ് കോടതി വിധി പറയുക. ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരമില്ല എന്ന് കോടതി ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ വർഷം വിധി പ്രസ്താവിച്ചിരുന്നു. മന്ത്രിസഭയുടെ അഭിപ്രായം കൂടി മാനിച്ച് ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുടർന്നാണ് ഓരോ മേഖലയിലും അധികാരമാർക്ക് എന്ന് നിശ്ചയിക്കാൻ കോടതി രണ്ടംഗ ബെഞ്ചിന്റെ ചുമതലപ്പെടുത്തിയത്. കെജ്രിവാൾ സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ വിധി നിർണായകമാണ്. പുതുച്ചേരി ഗവർണർ കിരൺ ബേദി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ധർണ തുടരുന്നു. ഗവർണറുടെ വസതിക്ക് മുന്നിലാണ് ഇന്നലെ രാത്രി മുതൽ മുഖ്യമന്ത്രി വി നാരായണസ്വാമിയുടെ നേതൃത്വത്തിൽ ധർണ ആരംഭിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച ജനപ്രിയ പദ്ധതികളുടെ ഫയലുകൾ ഗവർണർ തടഞ്ഞുവയ്ക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് DMK സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും നാരായണസ്വാമി പറഞ്ഞു. ധർണയ്ക്ക് പിന്തുണ അറിയിച്ച് DMK MLA-മാരും രാജ്നിവാസിന് മുന്നിലെത്തി. സ്പീക്കർ വൈദ്യലിംഗവും ധർണയ്ക്ക് പിന്തുണ അറിയിച്ചെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് മുൻ ഇമാം പ്രതിയായ പോക്സോ കേസിൽ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്തി. പെൺകുട്ടിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പെൺകുട്ടി ഇതുവരെയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയം. വിവരങ്ങൾ എന്തൊക്കെയാണ്? 4 തവണ ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള മൊഴിയാണ് പെൺകുട്ടി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലും കേസ് കൂടി ആയതുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും രഹസ്യ മൊഴി രേഖപ്പെടുത്തുക. വൈദ്യപരിശോധന റിസൾട്ട് വൈദ്യപരിശോധന ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അതിന്റെ രഹസ്യ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ അന്വേഷണ നടപടികൾ ആരംഭിക്കുക. ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളുടെ മൊഴി വിതുര പോലീസ് സ്ഥലത്തെത്തി ശേഖരിച്ചിരുന്നു. ഏകദേശം 5 സ്ത്രീകളുടെ മൊഴികളാണ് പ്രദേശത്ത് നിന്ന് ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തി വൈദ്യപരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. പെരിയാറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. യുവതി മരിച്ചത് ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ബലം പ്രയോഗിച്ചതിന്റെയോ മറ്റു പരിക്കുകളുടെയോ സൂചനകളില്ല. SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? സമീപം പെരിയാറിൽ നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയത് ഇത് മലയാളിയായ യുവതിയുടെ മൃതദേഹം അല്ലെന്നുള്ള കാര്യമാണ്. മറ്റ് വിദേശിയാണോ അതോ ഉത്തരേന്ത്യക്കാരിയാണോ അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് യുവതിയെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്നാണ്. വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ചു. ഒപ്പം ബലപ്രയോഗത്തിന്റെ മറ്റ് സൂചനകളില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരീരത്തിൽ മറ്റ് പരിക്കുകളില്ല, ഒടിവോ ചതവോ ഇല്ല, അസ്ഥികൾക്ക് പൊട്ടലുമില്ലെന്ന് മൃതദേഹത്തിന്റെ എക്സ്റേ റിപ്പോർട്ട് പുറത്തുവന്ന എക്സ്റേ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് പ്രായം, അതായത് യുവതിയുടെ പ്രായം 25-നും 40-നും ഇടയിലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും എറണാകുളം റൂറൽ SP രാഹുൽ ആർ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായി തന്നെ കേസ് അന്വേഷിക്കുന്നു. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. കുംഭമാസ പൂജകൾ 2ാം ദിവസത്തിലെത്തുമ്പോൾ കാര്യമായ ഭക്തജന തിരക്കില്ലാതെ സന്നിധാനം. 16,000 തീർത്ഥാടകരാണ് ഇന്നലെ രാത്രി വരെ ക്ഷേത്രത്തിലെത്തിയത്. മല കയറിയെത്തിയ 2 ആന്ധ്ര യുവതികൾ നടപ്പന്തലിലെത്തി മടങ്ങി.
വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ഇപ്പോഴും തിരക്ക് കുറവാണോ അവിടെ? തീർച്ചയായും രേണുക, തീർത്തും തിരക്ക് വളരെ കുറവ് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി വരെ 16,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. ഇന്നലെ രാത്രിയിൽ 2 ആന്ധ്ര യുവതികൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇതിനുശേഷം ഇവർ നടപ്പന്തലെത്തി മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസ് ഇടപെട്ടാണ് ഇവരെ മടക്കി അയച്ചിട്ടുള്ളത്. മാത്രമല്ല 16,000 തീർത്ഥാടകർ മാത്രമാണ് ഇതിനകം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നും കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. സാധാരണഗതിയിൽ ഈ മാസപൂജകളിൽ വലിയ അളവിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ ഭക്തജനങ്ങൾ വളരെ അധികം കുറവ് തന്നെയാണ് ഉള്ളത്. മാത്രമല്ല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ അതിനെതിരായ പ്രതിഷേധം സ്വാഭാവികമായും ഇവിടെ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്നലെ പോലും നാമജപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ യുവതീ പ്രവേശനത്തിന് സാധ്യതയുണ്ടായാൽ പോലും വലിയ അളവിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്.